വീഡിയോസ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നലത്തെ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇന്നലെ നമ്മൾ ഗൂഡല്ലൂർ വരെ ട്രിപ്പ് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൂഡല്ലൂർ സ്റ്റേ ചെയ്തു. അതിനുശേഷം പിറ്റേ ദിവസം മോർണിംഗ്, അതായത് ഞായറാഴ്ച രാവിലെ നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ അവിടെ ഭയങ്കര തണുപ്പുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മക്കളൊക്കെ ഉറങ്ങാണ്. അപ്പം ഞാൻ ജസ്റ്റ് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നോക്കുകയാണ്. അപ്പം ഇവിടെ ഭയങ്കര സൈലൻ്റ് ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റെയറൊക്കെ ഇറങ്ങിയിട്ട് താഴെ കിച്ചണിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് എൻട്രി ചെയ്യാം. അവിടുത്തെ ഉമ്മയും അതുപോലെ തന്നെ അവിടുത്തെ മരുമോളൊക്കെ അവരൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പം അവരൊക്കെ ചായയുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ജസ്റ്റ് നല്ലൊരു കാറ്റ്, നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ വരുന്നുണ്ട് ഈ വിൻഡോൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നപ്പം. അവിടുന്ന് പുറത്തേക്ക് നല്ലൊരു രസമുള്ള വ്യൂവും കൂടെ ഉണ്ട് കേട്ടോ. കിച്ചണിൽ നിന്ന് ഇങ്ങനെ നല്ലൊരു രസമുള്ള വ്യൂവും കൂടെ ഉണ്ട്. അപ്പോൾ അവർ ചായ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ആ ചായയൊക്കെ കളിച്ചായ കുടിക്കുകയാണ്. അപ്പോൾ നല്ല ചൂടുള്ള കട്ടൻ കാപ്പിയും ഊട്ടി ബക്കിയും ഇവിടെ റെഡിയാണ്. അപ്പോൾ നല്ല തണുപ്പുള്ളതുകൊണ്ട് തന്നെ കട്ടൻ കാപ്പിക്ക് പ്രത്യേക ഒരു ടേസ്റ്റും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം കാലിച്ചായൊക്കെ കുടിച്ച ശേഷം ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോയി. മക്കളെയൊക്കെ ഫ്രഷ് ആക്കി എടുത്തു. അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ഒരുപാട് സ്പെഷ്യൽ ഉണ്ടായിരുന്നു കേട്ടോ. പുട്ടുണ്ടായിരുന്നു, ചട്നി, നല്ല അയില മുളകിട്ടത്, അതുപോലെ തന്നെ ചെറുപയർ, ഇഡ്ഡലി, പിന്നെ ദോശ, ഇവയെല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ പുറമായിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പാൽ ചായയും കൂടെ അവിടുത്തെ ഉമ്മ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയൊക്കെ കുടിച്ചു. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ ഡിക്കിയിൽ വെക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ മക്കളെ കൂടെ കുറച്ച് നേരമൊക്കെ സംസാരിച്ച് ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പം ഇവിടുത്തെ കുട്ടികൾക്ക് ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് അവിടെ സമയം കിട്ടാത്ത ഭയങ്കര വിഷമമുണ്ട് കേട്ടോ എനിക്കും. പിന്നെ ഇൻഷാ അല്ലാഹ് പിന്നെ ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിക്കുകയാണ്. പിന്നീട് ഗൂഡല്ലൂരിൽ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഡയറക്റ്റായിട്ട് തൊപ്പക്കാട് വഴി മസ്നഗുഡി അങ്ങനെയാണ് പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. മസ്നഗുഡി ചുരം കയറിയിട്ട് ആ റൂട്ടിലൂടെ ഊട്ടിയിലേക്ക് പോകാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പം തൊപ്പക്കാട് എത്തിയത് ഞങ്ങൾ പ്രതീക്ഷ കുറേ ഉണ്ടായിരുന്നു, കാരണം കുറേ മൃഗങ്ങളൊക്കെ കാണാൻ പറ്റുന്നു. പക്ഷേ ഞങ്ങൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഏകദേശം 9:30-10 മണീൻ്റെ ആ സമയമായിട്ടുണ്ടായിരുന്നു ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. അപ്പം അതുകൊണ്ട് തന്നെ വല്ലാണ്ട് കാര്യമായിട്ട് മൃഗങ്ങളെയൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ 1-2 ആനനെയും കണ്ടു, അതുപോലെ തന്നെ കുറേ മാനുകളെയും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മയില്, ഇവയൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് നല്ല എൻജോയ് ചെയ്തിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേയൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ചൊക്കെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മുതുമല ടൈഗർ റിസർവ് സെൻറ്ററിൽ ആ ഗേറ്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അവിടെ എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫോറസ്റ്റിലൂടെ ഇങ്ങനെ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല റിലാക്സ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി വ്യൂ ഒക്കെ ആയിട്ടാണ് ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് തന്നെ അറിയാം, ഫോറസ്റ്റിലൂടെ പോകുമ്പോൾ നല്ലൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. നമുക്കൊക്കെ നല്ല റിലാക്സേഷൻ കിട്ടുന്ന ഒരു സമയം കൂടെയാണല്ലോ ഇങ്ങനെയുള്ള യാത്രകളിലൊക്കെ. അപ്പോൾ ഞങ്ങൾ മാനുകളെ കണ്ടു കേട്ടോ. ഇപ്പോൾ ഈ സൈഡിൽ കുറച്ച് മാനുകളെ കണ്ട്, അതുപോലെ തന്നെ ഇഷ്മോൻ ആനനെ കാണാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ ആനയും നമ്മൾ കണ്ടു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ആനയും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ട് അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് ജസ്റ്റ് അവിടുന്ന് കാറ് എല്ലാം എടുത്തിട്ട് ഞങ്ങൾ പിന്നെയും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ കൂടുതലായിട്ട് ആനകളെയൊന്നും കാണാൻ പറ്റിയിട്ടില്ല. കാര്യമായിട്ട് കാണാറുണ്ടായിരുന്നു, പക്ഷെ എന്തോ ഇന്ന് വല്ലാണ്ട് ഒന്നും കണ്ടില്ല. പിന്നെ അപ്പം ഒരുപാട് മാനുകളെ കണ്ടു. അപ്പോൾ ഇഷുവിന് അതൊക്കെ ഒരുപാട് സന്തോഷമായി. അപ്പോൾ അവന് മാനിനെ കണ്ടപ്പോൾ അവൻ ശരിക്കും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പുറത്തേക്ക്, എന്ത് മൃഗത്തിനെ കാണണം. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കും വല്ലാത്തൊരു രസമായിരുന്നു. അവൻ യാത്ര നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഗൂഡല്ലൂരൊക്കെ ഇങ്ങനെ തൊപ്പക്കാട് വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മസ്നഗുഡി എത്താറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മസ്നഗുഡിയിൽ ഒരു ഇക്കയുടെ ഫ്രണ്ടിൻ്റെ ഒരു റിസോർട്ട് ഉണ്ട്. അപ്പം ജസ്റ്റ് അവിടെ ഒന്ന് കയറണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഞങ്ങൾ ഒരു തവണ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. പിന്നെ ഇന്ന് സ്റ്റേ ചെയ്യണം കരുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടെ ആളുള്ളതുകൊണ്ട് നമുക്ക് വിചാരിച്ച രീതിയിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ ഒരു ദിവസം ആക്കാമെന്ന് കരുതിയപ്പം പിന്നെ അന്ന് ക്ലാസ്സൊക്കെ ഉണ്ടാകുമ്പം കുറച്ച് ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയിട്ട് ഞങ്ങൾ അന്ന് തന്നെ യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മസ്നഗുഡി ടൗണ് ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പം ടൗണിൽ നിന്ന് കുറച്ചും കൂടെ ഒരു
നമ്മുടെ ചുരം കയറുന്ന അതിൻ്റെ ആ സൈഡിലൊക്കെ ആയിട്ട് തന്നെ ഒരു പോക്കറ്റ് റോഡിൽ നിന്ന് തിരിഞ്ഞിട്ടാണ് നമ്മൾ ഈ റിസോർട്ടിലേക്ക് ഉള്ള ഒരു വഴിയുള്ളത്. എളുപ്പമാണ് എത്തിച്ചെല്ലാനൊക്കെ. മസ്നഗുഡീൻ്റെ ആ റോഡിൽ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് ഒരു ചെറിയൊരു പോക്കറ്റ് റോഡിലൊന്ന് പോയാൽ നമുക്ക് ഈ റിസോർട്ടിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഇത് മസ്നഗുഡിയിൽ നിന്ന് ടൗണിൽ നിന്നാണ് കുറച്ച് പോകണം എന്നുണ്ടെങ്കിലും നമുക്ക് ആ ടൗണിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഒന്നും ഫീൽ ചെയ്യില്ല. പക്ഷെ നമുക്ക് റിലാക്സ് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി റിസോർട്ടാണിത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളും കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ചൊന്ന് റിലാക്സ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് ഔട്ട് വ്യൂവും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ അതവിടെ ഒരു സൈഡിൽ ഒന്ന് പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം അതിൻ്റെ ഇനാഗുറേഷനൊന്നും കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഫസ്റ്റായിട്ട് സ്റ്റേ ചെയ്തിട്ടുള്ളത് ഈ കാണുന്ന ഈ റിസോർട്ടിലായിരുന്നു. അപ്പം അതിൽ ഒരു റൂമും ഒരു ബാത്റൂമും പിന്നെ പുറത്തേക്ക് ഇങ്ങനെ ഒരു ബാൽക്കണി പോലെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാ പണി നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ ഒരു റിസോർട്ടാണ്. അപ്പം അതിൻ്റെ ഇനാഗുറേഷൻസ് ഈ ഒരു ജനുവരിക്ക് മുമ്പായിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പം ഫാമിലി കുറച്ചൊക്കെ വലിയ ഫാമിലി ആയാലും നമുക്ക് താമസിക്കാൻ ഈ 2 റൂംസും കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ല സൗകര്യം ഉണ്ടാവും. പിന്നെ ആ മുകളിൽ കാണുന്ന ആ ട്രീ ഹട്ട് പോലെ അത് പിന്നെ എന്താ പറയുക വെച്ചാൽ അത്യാവശ്യം നല്ല വലിയ ബെഡ്റൂമും സെറ്റിങ്സൊക്കെയാണ്. നല്ല സ്പേസ് ആയിട്ടുള്ള നല്ല സ്പേസ് ഉണ്ട് റൂമൊക്കെ. പിന്നെ അതിൽ തന്നെ നമുക്ക് ചെറിയ ഒരു കിച്ചൻ്റെ സൗകര്യങ്ങളൊക്കെ ഇവർ കുറച്ച് അപ്പുറത്തായിട്ട് നൽകിയിട്ടുണ്ട്. ചെറിയ ഒരു കിച്ചണൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനാഗുറേഷൻ കഴിയാനുള്ള ഈ റിസോർട്ടിൽ തന്നെ പിന്നെ പണികളൊക്കെ ഏകദേശം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു നമ്മളെ ഈ മുളയുടെ അതില്ലേ അതിനോടൊക്കെയാണ് ഇത് കുറേയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു നാച്ചുറൽ ഫീലിങ്, അത്ര ഒരു രസം ഇതൊക്കെ കാണാൻ തന്നെ. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വേറൊരു ഒരു അറ്റ്മോസ്ഫിയറും കൂടെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഞങ്ങൾ കുട്ടികൾക്ക് കുറച്ചൊക്കെ ഭക്ഷണം കൊടുത്തു. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് നേരം റിലാക്സ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ നല്ല തണുപ്പ്, നല്ല വെയിലാണെങ്കിലും നല്ല തണുത്തൊരു കാറ്റുണ്ട് കേട്ടോ. നമുക്ക് ആ വെയിലൊന്നും അത്ര ഫീൽ ചെയ്യൂല, കാറ്റ് നല്ല തണുപ്പുള്ളതുകൊണ്ട് തന്നെ. പിന്നീട് ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിക്കുകയാണ്. പിന്നീട് അവിടുന്ന് ഞങ്ങൾ ഡയറക്റ്റായിട്ട് ഊട്ടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മസ്നഗുഡി ചുരം കയറാൻ വേണ്ടിയിട്ട് നിൽക്കണം. അപ്പം ചുരം കയറുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് തന്നെ ഞങ്ങൾ കുറച്ച് ജ്യൂസും പിന്നെ അതൊക്കെ വാങ്ങി കഴിച്ചു. കുട്ടിക്ക് വേണ്ടിയൊക്കെ വാങ്ങിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒന്നും കൊല്ലാൻ കിട്ടൂല എന്ന്, പിന്നെ ഊട്ടി എത്തിയിട്ടല്ലേ എന്തെങ്കിലും നമുക്ക് വാങ്ങിക്കാനൊക്കെ പറ്റുള്ളൂ, ചുരം സ്റ്റാർട്ട് ചെയ്താലെന്ന് കരുതിയിട്ടാണ് അങ്ങനെയൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യാത്രയുടെ ഒരു മടുപ്പൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഥകളും അതുപോലെ തന്നെ യാത്ര നല്ല എൻജോയ്മെൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കും അത് ഭയങ്കര ഒരു ഇഷ്ടമായി തോന്നിയിട്ടോ. പിന്നെ ഞങ്ങൾക്കും അത്ര യാത്രയൊന്നും അത്ര വലിയ ഒരു ബോറടി ആയിട്ടൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. മക്കളെ കൊണ്ടാണെങ്കിലും പിന്നെ അങ്ങനത്തെ ഒരു വലിയ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. കൂടി റൂട്ടിലൂടെയുള്ള ഈ ചുരം കയറുക എന്നുള്ളത് ഭയങ്കര ഒരു ഫീലാട്ടോ. അത് പറഞ്ഞറിയിക്കാൻ വയ്യ. പ്രത്യേകം ഒരു രസമാണ് ആ ഒരു ചുരം കയറുക എന്നുള്ളത്. ഇങ്ങോട്ട് ഇറങ്ങാൻ വണ്ടികൾക്ക് അത്ര അലൗഡ് അല്ല തോന്നുന്നു കേട്ടോ ചില സമയങ്ങളിൽ. അപ്പം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല. എന്നാലും അങ്ങോട്ട് പോകുന്നത് മാക്സിമം ഞങ്ങൾ അങ്ങോട്ട് പോകാറാണ് ശ്രമിക്കാറ്. ഈ റൂട്ടിലൂടെ തന്നെ ഈ മസ്നഗുഡി ചുരം കയറിയിട്ടാണ് അധികം ഊട്ടിയിലേക്ക് പോകാറുള്ളത് തന്നെ. കാരണം അതൊരു നല്ല രസമുള്ള ഒരു ചുരം കൂടി ആയതുകൊണ്ടാണ് നമുക്ക് നല്ലൊരു താഴേക്കൊക്കെ നോക്കുമ്പോൾ നല്ലൊരു ഫീലാണ്. അപ്പം അതൊക്കെ ഏകദേശം ഇങ്ങനെ ഞങ്ങൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. മസ്നഗുഡി ചുരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഊട്ടിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് അവിടുന്ന് കുറച്ചുകൂടെ പോകാനുണ്ട് കേട്ടോ. ജസ്റ്റ് ഊട്ടിയിൽ റീച്ച് ചെയ്തിട്ടുള്ളൂ.
പോകുന്നതിൻ്റെ ഇടയിൽ തന്നെ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇതാ കൃഷികളൊക്കെ കാണുന്നുണ്ട്. കേബേജ്, അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റിൻ്റെ ഇതിൻ്റെയൊക്കെ നല്ല കൃഷികൾ രണ്ട് സൈഡിലും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ കൂടുതലായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. പിന്നീട് ഈ സമയം ഏകദേശം ഒരു മണി അല്ല, ഒരു 12:30 1 മണീൻ്റെ ആ ഒരു സമയത്താണ് ഞങ്ങൾ അവിടെ എത്തുന്നത് കേട്ടോ. അപ്പം ജസ്റ്റ് എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ കുറച്ചൊന്ന് വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് ഭക്ഷണം കഴിക്കാമെന്ന് കരുതിയിട്ട് നമ്മളെ കേരള ഫുഡൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, അതായത് ലേക്ക് വ്യൂവിൻ്റെ അടുത്തായിട്ട്. അപ്പം അവിടെ ആ ലേക്കിൻ്റെ അടുത്തുള്ള ഒരു നമ്മുടെ കിടക്കൊക്കെ പരിചയത്തിലുള്ള ഒരാളെ ഒരു ഹോട്ടലും കൂടെയാണ്. അപ്പം അവിടെയും കൂടെ ഒന്ന് കയറി ഇറങ്ങിയ ശേഷം ഫുഡൊക്കെ കഴിച്ചു. 1 മണി ആയതുകൊണ്ട് തന്നെയാണ് അവിടെ വലിയ തിരക്കൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല തിരക്കായി മാറി. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് ടൈമിനാണ് കുട്ടീനെയും കൊണ്ട് അവിടെ ചെന്നത്. അപ്പം നല്ല തിരക്കുണ്ടാകുമ്പോൾ നമുക്ക് ചെറിയ മക്കളായിട്ടൊന്നും വല്ലാണ്ട് അവിടെ ഇങ്ങനെ തിരക്ക് കൂടിയ സ്ഥലത്ത് നിൽക്കേണ്ടെന്ന് കരുതിയിട്ടായിരുന്നു വേഗം ഫുഡ് കഴിച്ച് ഞങ്ങളതാ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ അടുത്തായിട്ട് ഒരു ഗാർഡൻ ഉണ്ട് എന്ന് പറഞ്ഞു, അതായത് കർണാടക സിറി ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ ആണ് അതിൻ്റെ പേര്. അപ്പം അത് ഏകദേശം പുതുതായിട്ട് ഓപ്പൺ ആവുന്നേ ഉള്ളൂ. അവിടെയൊക്കെ ചെറിയ ചെറിയ പണികളൊക്കെ ഇനിയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ കാണാത്തതും ഒട്ടുമിക്ക ആൾക്കാരും പോവാത്തതായിട്ടുള്ളൊരു പ്ലേസും കൂടെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. എന്താണെന്ന് പറയുക വെച്ചാൽ അത്ര സൂപ്പറാണ്. ഞാൻ ഊട്ടി കണ്ടത് വെച്ച് എനിക്ക് ഏറ്റവും നല്ല അടിപൊളി പ്ലേസായിട്ട് തോന്നിയത് ഇവിടെയാണ് കേട്ടോ. ജസ്റ്റ് നിങ്ങളതൊന്ന് കണ്ടു നോക്കും. അതിൻ്റെ പുറത്തുനിന്നുള്ളൊരു ഔട്ട് വ്യൂ ആണിത്. അപ്പം ഏകദേശം വലിയ തിരക്കൊന്നുമില്ല, എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട്. നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ആ ഒരു തിരക്കും അതുപോലെ തന്നെ ലേക്ക് വ്യൂവിൻ്റെ അടുത്തുള്ള ആ ഒരു തിരക്കൊന്നുമില്ല. നമുക്ക് സമാധാനമായിട്ട് നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഗാർഡനും കൂടിയാണ്. അവിടുത്തെ ഒരു പുറമേയുള്ള വ്യൂ ഒക്കെ നല്ല രസമാണ് കാണാൻ. ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അവന് ഉറങ്ങാത്തതുകൊണ്ട് തന്നെ പിന്നെ അവനെ ക്യാരിക്കോട്ടിലൊന്നും വെച്ചില്ല. ഞാൻ ജസ്റ്റ് മാസ്ക് ഒന്നും ഇടാത്ത മക്കളല്ല, അപ്പോൾ ഞാൻ ടർക്കിയിൽ ജസ്റ്റ് ഇങ്ങനെ കവർ ചെയ്തെടുത്ത്. അപ്പം നല്ല വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പും അവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഈ വെയിലിൻ്റെ ഒരു ഫീലൊന്നും നമുക്ക് തോന്നൂല. ആ നല്ല തണുത്ത കാറ്റ് കിട്ടുമ്പം ഈ വെയിൽ അത്ര വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. പിന്നെ ഒരു നല്ല സുഖമുള്ള വെയിൽ എന്നൊക്കെ പറയില്ലേ, അതേ ഒരു ഫീലായിരുന്നു. അപ്പോൾ അവരൊക്കെ ജസ്റ്റ് നല്ല ഭാഗത്തും നന്നായിട്ട് കറങ്ങുന്നുണ്ട്. ഞാൻ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗത്തൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇക്ക പറഞ്ഞത് അവിടെ ഒരു തൂക്കുപാലമുണ്ട്, അവരൊക്കെ അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സൈഡുകളിലൊക്കെ ഒരു ബുഷ് ചെടി പോലെ ഉള്ള ഒരു ചെടിയാണ്. ബുഷല്ല, പക്ഷേ ഇത് ഒരു വേറെ തരം ഒരു ചെടിയാണ്. ഇത് നല്ല രസത്തിൽ ഇവിടെ ഒരു മതിലിൻ്റെ ഒരു ചുറ്റളവ് പോലെയൊക്കെ രീതിയിൽ ഇവിടെ നന്നായിട്ട് കട്ട് ചെയ്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഈ വഴികളിലൊക്കെ. അപ്പോൾ ശരിക്കും ഈ ഒരു മുകളിലെ സൈഡിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്നുള്ളൊരു വ്യൂ ആട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള തൂക്കുപാലാണ്, അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അവിടേക്ക് കുറച്ചും കൂടെ കയറാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കാല് പെയിൻ ഉള്ളതുകൊണ്ട് ഞാൻ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് റിലാക്സ് ചെയ്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുട്ടീനായിട്ട് കയറുന്നതും അത്ര വലിയ റിസ്ക് ഉള്ള പരിപാടിയല്ല എന്ന് കരുതിയിട്ട് അങ്ങോട്ട് പോയില്ല. പിന്നെ ഞങ്ങളിതാ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഈ സൈഡിൻ്റെ മുകൾ ഭാഗത്തൊന്ന് കയറിയിരുന്നു. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആട്ടോ ഈ പാർക്ക് കാണുന്നത്. നല്ല അടിപൊളിയാണ് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും നല്ല എൻജോയ് ചെയ്ത് ഇരിക്കാൻ പറ്റിയിട്ടുള്ള, അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി പ്ലേസ് തന്നെയാണെന്ന് പറയാം. കുറേ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞങ്ങൾ പോയിട്ടുള്ളത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. അപ്പം ഏകദേശം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ അവിടുന്ന് ഞങ്ങൾ പുറപ്പെടുമ്പോൾ. അങ്ങനെ ഗാർഡനിൽ കുറച്ച് നേരം ഇരിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പം ഇവിടെ ഭയങ്കര റഷാട്ടോ. പിന്നെ നമ്മുടെ മലപ്രക്കാരാണ് അധികവും ഞങ്ങൾ പരിചയപ്പെട്ടതിലൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പം കൊറോണ ഒന്നും ഇവിടെ വലിയ വിഷയമായിട്ട് തോന്നുന്നില്ല ഇവിടെ എത്തിയപ്പം. മറ്റ് ഗാർഡനിലാണെങ്കിൽ ഒന്നുകൂടെ സൈലൻ്റ് ആണ്, അത്ര വലിയ എല്ലാവരും പോകാൻ തുടങ്ങുന്നുള്ളൂ. ഓപ്പണിങ് എല്ലാവർക്കും ആയിട്ടില്ല, കാരണം എല്ലാവരും അറിഞ്ഞു വരുന്നുള്ളൂ തോന്നും. അപ്പം എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഗാർഡൻ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കണ്ട പോലെ തന്നെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.
അപ്പോൾ ഇതാ ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടാൽ തന്നെ അറിയാം നല്ല തിരക്കുണ്ട്. പഴയ പോലൊക്കെ തന്നെ ഏകദേശം ഇവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻട്രി ചെയ്ത ശേഷം പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മാറിയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തണുപ്പൊക്കെ ഉള്ള പിന്നെ അതായത് വെയിൽ കുറവുള്ള തണുപ്പാണ് ഇവിടെ നല്ല പിന്നെ എവിടെ ഇരുന്നാലും നല്ല കാറ്റൊക്കെ കുറച്ച് കുറവുള്ള ഭാഗത്ത് കുട്ടീനെയും കൊണ്ടിരിക്കുകയെന്ന് കരുതി. അപ്പോൾ ഇതാ അങ്ങനെ ഒരു മരത്തിൻ്റെ ചെറിയ സൈഡ് കിട്ടിയിട്ടുണ്ട്. അവിടെ ഇരുന്ന് ഞങ്ങളിതാ ക്യാരറ്റ് അതുപോലെ തന്നെ സ്വീറ്റ് കോൺ ഇങ്ങനത്തെ അല്ലാതെ ചില കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളിതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷുവും മറിയക്കുട്ടി ഇതാ നല്ല അടിപൊളിയായിട്ട് ക്യാരറ്റും സ്വീറ്റ് കോണൊക്കെ കഴിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ നല്ല ചൂടുള്ള ഒരു കോഫിയും കൂടെ വാങ്ങിയിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കൾക്ക് അവിടെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാവും. കുറേ നേരം ഓടി കളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റേ കർണാടക സിറി ഹോർട്ടിക്കൾച്ചർ ഗാർഡനും അതുപോലെ തന്നെ അവിടെയും അവർ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓടിക്കളിച്ച്. അപ്പോൾ അതാ അവിടുന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങളിതാ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് യാത്ര 5:30 ആയപ്പോൾ ഞങ്ങൾ ആ ഗാർഡനിൽ നിന്ന് എക്സിറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഡയറക്റ്റ് നമ്മുടെ നാട്ടിലേക്കുള്ള റൂട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തു. അപ്പോൾ അതാ ഒരു 8 മണിയൊക്കെ ആയപ്പം ഞങ്ങൾ നാടുകാണിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, നമുക്ക് ഒരു റിലേറ്റീവ് പോലെ തന്നെയാണ്, നമ്മളെപ്പോഴും പോകുന്ന നമ്മളൊരു ഫ്രണ്ടാണ്. അപ്പം അവരുടെ വീട്ടിലെത്തി ജസ്റ്റ് ഇതാ കുട്ടീൻ്റെ ഡയപ്പർ മാറ്റി അവരെ ഒരു ഫ്രഷ് ആക്കിയൊക്കെ എടുത്തു. അപ്പം അതുപോലെ തന്നെ ചെറിയ മക്കൾക്കൊക്കെ കുറച്ച് ഫുഡൊക്കെ കൊടുത്ത ശേഷം ഞങ്ങളിതാ അവിടുന്ന് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്മോൻ ഇപ്പം ഇലക്ഷൻ്റെയും അതുപോലെ തന്നെ ടൂറിൻ്റെയും ഒരു അടിപൊളി മൂഡിലാണ്. അപ്പം അതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കൂ കേട്ടോ. അതൊക്കെയാണ് ഊരിട്ട് നല്ല സുഖം. അതാ ഞങ്ങൾ നാടുകാണിയിൽ നിന്നും യാത്ര തിരിച്ചു. കുറച്ച് സാധനങ്ങളൊക്കെ ഊട്ടിയിൽ നിന്ന് കിട്ടുന്ന ഊട്ടി ബർക്കി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയ ശേഷം എന്താ യാത്ര തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ചുരമൊക്കെ ഇറങ്ങി വഴിക്കടവൊക്കെ കഴിഞ്ഞു. ഏകദേശം ഒരു 10 മണി ഒക്കെ ആവുന്ന ആ സമയമായപ്പോഴത്തേക്കും ഞങ്ങളിതാ ഇടയ്ക്കര എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാമെന്ന് കരുതി. എന്നിട്ട് അങ്ങനെ നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാമെന്ന് തന്നെ. അപ്പം നമ്മളിതാ പുതുതായിട്ട് ഒരു ആഴ്ച ആയിട്ടുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ബെയ്റൂട്ട് ഫുഡ് കോർട്ടാണ്. അടിപൊളി ഫുഡാണെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു. ഞങ്ങൾ വന്ന ഉടനെ തന്നെ അവർ നമ്മളെ നന്നായിട്ട് വെൽക്കം ചെയ്തിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ പെട്ടെന്ന് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ഈ ഭാഗത്ത് അത്യാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ കുട്ടീനായിട്ട് ആയതുകൊണ്ട് നമ്മളൊരു ഫാമിലി റൂം സെലക്ട് ചെയ്തു. അപ്പോൾ അതൊക്കെ അവർ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാണ്. പിന്നെ നമ്മൾ ഇന്ന സ്ഥലത്ത് പോയിരുന്നുള്ളൂ, അത് ഒന്നുകൂടെ സേഫ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവർ നല്ല സേഫായിട്ടുള്ള ഒരു സ്ഥലത്തൊക്കെ വന്ന് കൊണ്ട് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ നല്ല തിരക്കുണ്ട്. എല്ലാവിധ നല്ല അടിപൊളി ഫുഡൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ജസ്റ്റ് ഇത് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവിടുന്ന് ഇറങ്ങിയത് നമ്മൾ ഡയറക്റ്റായിട്ട് പോകുന്നത് കടെ ഫ്രണ്ടിൻ്റെ വീട്ടിലായ വണ്ടൂരിലേക്കാണ്. അവിടെ ഇറക്കിയ ശേഷം പിന്നെ നമ്മൾ നമ്മുടെ കാർ എടുത്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഡയറക്റ്റായിട്ട് പോകുന്നു. അങ്ങനെ ഞങ്ങൾ ഈ കുഞ്ഞു യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഈ കുഞ്ഞു ഊട്ടി ട്രിപ്പ് വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് നിങ്ങൾ കാണാത്ത ഒരു ഗാർഡൻ ഇല്ല, അതൊക്കെ എന്നാൽ എല്ലാവരും നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമുക്ക് ബാച്ചിലേഴ്സിനൊക്കെ അടിപൊളി എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ട്രീ ഹട്ടും കൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് തീർച്ചയായിട്ടും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.